വചനജായ 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 വചനജായ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. തട്ടിൽ പിതാവിന് തെറ്റുപറ്റിയത് അവിടെയാണെന്ന് തോന്നുന്നു. വചനപീഠത്തെ കുറ്റം പറയാനുള്ള ഇടമാക്കി മാറ്റുന്നതല്ല, നേരെ മറിച്ച് നമ്മുടെ മുൻപിൽ ഏറ്റവും അടുത്ത് കാണുന്ന ഒരു ഉദാഹരണത്തെ എടുത്ത് ഇന്നത്തെ വചനത്തെ ഒന്ന് ഓർത്തെടുക്കുകയാണ്. പറഞ്ഞതൊന്നും ദൈവത്തിൻ്റെ വാക്കായിരുന്നില്ലല്ലോ, കർത്താവിൻ്റെ മനസ്സായിരുന്നില്ലല്ലോ അദ്ദേഹത്തിൻ്റെത്. ഇന്നത്തെ സുവിശേഷത്തിൽ ക്രിസ്തുവിൻ്റെ അധികാരത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഈശോയുടെ അധികാരത്തിൻ്റെ പ്രത്യേകത അതായിരുന്നു. തൻ്റെ ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ, തൻ്റെ പിതാവിൻ്റെ മനസ്സറിഞ്ഞ ഒരാളുടെ വാക്കുകൾക്ക് മുൻപിൽ നരകം പോലും വിറയ്ക്കുന്നത്, പിശാചുക്കൾ അലറി വിളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിനുള്ള കാരണം കർത്താവ് തന്നെ പറയും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 8-ാമത്തെ തിരുവചനം, ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനത്രേ. അതിൻ്റെ അധികാരമായിരുന്നു കർത്താവിൻ്റെ ആജ്ഞാശക്തിയുടെ പിറകിലെ ഒരു ബേസ്. ഒന്നാമത്തെ വായനയൊന്ന് കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമാണ് നമുക്ക് മനസ്സിലാക്കാൻ. ഞാൻ നിന്നെ പോലുള്ളൊരു പ്രവാചകനെ അവർക്ക് നൽകുമെന്ന് മോശയോട് കർത്താവ് പറയുന്നുണ്ട്. മോശയുടെയൊക്കെ ജീവിതം ഒന്ന് നോക്കിയാൽ നമ്മൾ അത്ഭുതപ്പെടും. കാരണം തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം സ്വന്തമായിട്ടൊരാഗ്രഹം പോലും ഇല്ലാതിരുന്ന ഒരു മനുഷ്യൻ തൻ്റെ ജനത്തെ ഏതൊരു വാഗ്ദാന നാട്ടിലേക്കാണോ അയാൾ നയിച്ചത് അതുപോലും വേണ്ട എന്ന് വയ്ക്കാൻ ദൈവം പറയുമ്പോൾ ആ ഇഷ്ടത്തിന് കീഴ്വഴങ്ങുന്ന, സ്വന്തം ആഗ്രഹങ്ങൾ മാറ്റിവെക്കുന്ന ഒരു മനുഷ്യൻ. ഞാൻ നിന്നെപ്പോലുള്ളൊരു പ്രവാചകനെ അവർക്ക് വേണ്ടി ഉയർത്തും, ഞാൻ എൻ്റെ വാക്കുകൾ അവൻ്റെ നാവിൽ കൊടുക്കും, ഞാൻ പറയുന്നത് അവൻ അവരോട് പറയും. ഇതാണ് കാര്യം. കർത്താവിൻ്റെ അധികാരത്തിൻ്റെ ആജ്ഞാശക്തിയുടെ ബേസ് ഇതാണ്. കർത്താവ് ഈശോ ചെയ്തത് മുഴുവൻ പിതാവിൻ്റെ ഇഷ്ടം മാത്രമായിരുന്നു. ശരിക്ക് അവൻ്റെ മനസ്സറിഞ്ഞ് അവൻ്റെ വാക്ക് സംസാരിക്കുമ്പോൾ നരകം വിറയ്ക്കുന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ വാക്ക് സംസാരിക്കുമ്പോൾ മനുഷ്യരുടെ മനസ്സ് മുറിപ്പെടുന്നത് കാണണില്ലേ? കുറച്ചുകൂടെയൊക്കെ എന്താണോ അവൻ ആഗ്രഹിക്കുന്നത് അതൊന്ന് പറഞ്ഞു തുടങ്ങാൻ നോക്കിയാൽ, എന്താണോ അവൻ ആഗ്രഹിക്കുന്നത് ഒന്ന് പറഞ്ഞു തുടങ്ങാൻ നോക്കിയാൽ ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ തിന്മകൾ നമ്മുടെ ഇടയിൽ നിന്ന് മാറിപ്പോകുന്ന അത്ഭുതം കാണാനായേക്കും നമുക്ക്. സങ്കീർത്തനം 23, ഒരു പാർട്ടി നടക്കുകയാണ്. ആ പാർട്ടിയുടെ ഉള്ളിൽ വെച്ച് ഒരു വൃദ്ധനായിട്ടുള്ളൊരു വൈദികനുണ്ട്, വളരെ പോപ്പുലറായിട്ടുള്ളൊരു ഗായകനുണ്ട്. ഈ മനുഷ്യൻ ഈ ഒരു വൃദ്ധനായിട്ടുള്ള അച്ഛനെ ഒന്ന് കളിയാക്കാൻ തീരുമാനിക്കുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, 23-ാം സങ്കീർത്തനം ഒന്ന് പാടാവോ? അധികം പാട്ടൊന്നും അറിയില്ല എന്ന് അദ്ദേഹത്തിനും അറിയാം. എന്നിട്ട് ഈ ഗായകൻ ആദ്യം പാടുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ കോരിത്തരിച്ചിരുന്ന് കേൾക്കുന്ന വിധത്തിൽ 23-ാം സങ്കീർത്തനം അതിൻ്റെ എല്ലാ അഴകോടും കൂടെ ഇയാൾ പാടി മുഴുമിപ്പിക്കുമ്പോൾ ഉയരുന്ന ഒരു കരഘോഷമുണ്ട്. അതിനുശേഷമാണ് ഇയാൾ ഇരയെ തേടുന്നത്, ഈ അച്ഛനെ പിടിക്കുന്നത്. എന്നിട്ട് പറയും, അച്ഛനൊന്ന് പാടാവോ? കണ്ണടച്ച് ഇങ്ങനെ തൻ്റെ മനസ്സ് മുഴുവൻ ഈ പുൽപ്പുറങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഈ മനുഷ്യൻ ഈ സങ്കീർത്തനം ഇങ്ങനെ ചൊല്ലുന്നുണ്ട്. വല്ലാത്തൊരു ചാൻറ്റിങ് അത് കഴിഞ്ഞ് മനുഷ്യർക്ക് കയ്യടിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ഈ സങ്കീർത്തനം പൂർത്തിയാക്കി ഈ അച്ഛൻ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഊന്നുവടിയുടെ ശബ്ദം മാത്രം അവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട്. നിറഞ്ഞ മിഴികളോടുകൂടി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്ന നേരത്തെ ഈ ഗായകൻ പറയുന്നുണ്ട്, എനിക്ക് സങ്കീർത്തനം അറിയാം, അദ്ദേഹത്തിനാവട്ടെ ഇടയനെയും. എനിക്ക് സങ്കീർത്തനം അറിയാം, അദ്ദേഹത്തിനാവട്ടെ ഇടയനെയും. ഇങ്ങനെ ഇടയൻ്റെ മനസ്സറിഞ്ഞ മനുഷ്യർ സംസാരിക്കുമ്പോൾ നമ്മുടെ മുൻപിൽ നിന്നിങ്ങനെ നരകമൊഴിഞ്ഞു പോകുന്നത് കാണാനായിട്ട് പറ്റും. അത് അറിയണമെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് പേരുടെ കാര്യങ്ങൾ വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നടപടി പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായം 16 മുതലുള്ള വചനങ്ങളൊന്ന് വായിച്ചു നോക്കിയ പൗലോസ്ലീഹ ഇങ്ങനെ പിശാച് ബാധിതയായ ഒരു സ്ത്രീയുടെ, ഒരു പെൺകുട്ടിയുടെ നേരെ തിരഞ്ഞിട്ട് പറയുന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു. ഉടനെ തന്നെ ഒഴിഞ്ഞു പോവാണ്. നസറായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. പത്രോസ്ലീഹ പറയുമ്പോൾ എന്തൊരു മാറ്റമാണ് ആ മനുഷ്യനുണ്ടാവണേ. ഈ ഒരു ഇടയനെ അറിഞ്ഞ, ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ മനുഷ്യർ സംസാരിക്കുമ്പോൾ അതിൻ്റെ അധികാരത്തിന്, അവരുടെ ആജ്ഞാശക്തിക്ക് അതൊരു ഇറസിസ്റ്റിബിൾ പവറാന്നേ. അതൊന്ന് സ്വന്തമാക്കാനായിട്ട് ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണ്ടേ നമുക്ക്. അതറിയാത്ത മനുഷ്യർ ഇതേ കാര്യം ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസവും നടപടി പുസ്തകം നമ്മുടെ മുൻപിൽ കാണിക്കുന്നുണ്ട്. നരകം നമ്മളെ വെല്ലുവിളിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. 18-ാമത്തെ അധ്യായത്തിൽ
പൗലോസ്ലീഹ ഇങ്ങനെ കർത്താവിനെ കുറിച്ച് പറഞ്ഞ് പിശാച് ബാധ നടത്തുന്നത് കണ്ടിട്ട് സ്കേവായുടെ പുത്രന്മാർ 7 പേര് ഇതേ കാര്യം പറയുന്നുണ്ട്. പൗലോസ് പ്രസംഗിക്കുന്ന ഈ ക്രിസ്തുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഒഴിഞ്ഞു പോവുക എന്ന് പറയുമ്പോൾ സാത്താൻ അവരെ നേരിടുന്നത് നമ്മൾ കാണും. യേശുവിനെ എനിക്കറിയാം, പൗലോസിനെയും എനിക്കറിയാം, പക്ഷെ നീ ആരാണെന്ന് പറഞ്ഞ് ഈ മനുഷ്യരുടെ നേരെ പിശാച് ബാധിതൻ ചാടി വീഴുകയും ആക്രമിക്കുകയും മുറിപ്പെടുത്തുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്ത് വേണമെന്ന് ആലോചിച്ചാൽ മതി. ഇത് അധികാരത്തോടുകൂടെയുള്ള പ്രബോധനമോ എന്ന് പറഞ്ഞ് പിശാചുക്കൾ പോലും ഇവനെ അനുസരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് ലോകം ക്രിസ്തുവിൻ്റെ വാക്കുകളുടെ മേൽ അത്ഭുതപ്പെട്ടതിൻ്റെ കാരണം അവൻ പറഞ്ഞത് മുഴുവൻ സ്വർഗത്തിൻ്റെ പിതാവിൻ്റെ ആ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വാക്കുകളായിരുന്നു എന്നുള്ളതാണ്. ഈ നരകത്തിന് മേല്, പിശാചുക്കളുടെ മേല് അധികാരം കിട്ടുന്ന വിധത്തിൽ ഒരു വാക്കുച്ചരിക്കണമെങ്കിൽ അത് അവൻ്റെ വാക്കുകളായിരിക്കണം, എൻ്റെയല്ല. സ്വർഗം അതിന് നമ്മളെ സഹായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ആരെയും മുറിപ്പെടുത്താനല്ല വാക്കുകൾ, നേരെ മറിച്ച് നരകത്തിനെതിരെ പ്രയോഗിക്കേണ്ട വാക്കുകൾ എൻ്റെ ആയിരിക്കരുത്, അത് അവൻ്റെ മനസ്സനുസരിച്ചുള്ള അവൻ്റെ വാക്കുകളായിരിക്കണം. അതിന് നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. നരകം നമ്മുടെ മുൻപിൽ വിറയ്ക്കുന്ന വിധത്തിൽ വചനം പറയാനാവട്ടെ, ദൈവത്തിൻ്റെ ഹിതം പറയാനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനജായ 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 വചനജായ